യുദ്ധങ്ങളുടെ രാജാവ് കൂടിയായിരുന്നു അയത്തുള്ള അലി ഖമേനി. അദ്ദേഹം നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ തന്നെ ഇറാനിലെ ഭരണ സംവിധാനങ്ങളും അത്ര സുരക്ഷിതമല്ല. കാരണം അവിടെയും വിമത പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമായ ഒരു രാജ്യമാണ്. അവിടെ ഇനി അടുത്തത് ഇദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി പ്രത്യേകിച്ചും ഖമനൈ മരിക്കുന്നതോടുകൂടി പിന്നീട് ഇനി പഹലവിയുടെ വിമത നേതാവ് പഹലവി ഭരണത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഖമൈനിയുടെ ഖമനൈ നടത്തിയ നീക്കങ്ങളെയെല്ലാം ശക്തമായി എതിർത്തുകൊണ്ടിരുന്ന ഒരു നേതാവ് കൂടിയാണ് ഇനി ഭരണത്തിലേക്ക് വരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ നയം എന്തായിരിക്കും? അത് യുദ്ധത്തെ വളരെയധികം സ്വാധീനിക്കുമല്ലോ ഡോക്ടർ മോഹൻ വർഗീസ്. ഈ ഷാ പഹലവി രണ്ടാമനെ നിഷ്കാസിതനാക്കി ഇറാൻ രാജാവ് അല്ലെ നിഷ്കാസനാക്കിക്കൊണ്ടാണല്ലോ 1979 റെവല്യൂഷൻ നടക്കുന്നത്, ഇറാനിയൻ വിപ്ലവം നടക്കുന്നത്. അങ്ങനെയാണ് അയത്തുള്ള ഖൊമൈനി അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം പലായനം ചെയ്തതാണ് ഷാ പഹലവി രണ്ടാമന്റെ മകൻ റീസ പഹലവി. അപ്പോൾ കഴിഞ്ഞ 47 വർഷങ്ങൾ അമേരിക്കയിൽ പ്രവാസത്തിലായിരുന്ന റീസ പഹലവിക്ക് ഇറാനിലെ ഇപ്പോഴത്തെ ഗ്രൗണ്ട് റിയാലിറ്റിയെക്കുറിച്ച് എത്രത്തോളം ബോധ്യമുണ്ടാകുമെന്ന് ന്യായമായ സംശയമാണ്. അദ്ദേഹം ഇറാനിൽ കാലുകുത്തിയിട്ടില്ല ഇത്രയും വർഷം. ഇപ്പോൾ ഇത് അമേരിക്കയിൽ ട്രെയിൻഡായ ഏതാണ്ട് പൂർണ്ണമായി അമേരിക്കൻ അസ്തിത്വമുള്ള ഒരാളാണ്. അദ്ദേഹം പെട്ടെന്ന് ഇറാനിലേക്ക് പറന്നിറങ്ങുകയാണ്. ഇറാൻ ജനതയുടെ പരമോന്നത നേതൃസ്ഥാനത്തേക്ക് വരികയാണ്. അല്ലെങ്കിൽ ഒരു രാജഭരണം ഇറാൻ ജനത ഒരിക്കലും ആഗ്രഹിക്കില്ല. ഒരു റിപ്പബ്ലിക്കൻ ഭരണകൂടമാണ്. രാജഭരണത്തെ തിരസ്കരിച്ചുകൊണ്ടാണല്ലോ ഈ ഇറാനിയൻ റവല്യൂഷനിലൂടെ വന്നത്. ഒരു റിപ്പബ്ലിക്കൻ ഘടനയാണ്. ഒരു റിപ്പബ്ലിക് എന്ന നിലയിൽ തന്നെയാണ് ഇറാൻ അറിയപ്പെടുന്നത്. പ്രസിഡന്റുണ്ട്, മസൂദ് പസഷ്കിയാൻ എന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുണ്ട്. അദ്ദേഹത്തിനല്ല യഥാർത്ഥ അധികാരം ആയത്തുള്ളേക്കാണ് എങ്കിൽ പോലും ഒരു പ്രസിഡന്റുണ്ട്. അപ്പം അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കാതെ ഒരു പുതിയ നേതൃത്വത്തെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇറാനിൽ പ്രതിഷ്ഠിച്ചാൽ ഏത് രൂപത്തിലുള്ള റിയാക്ഷനാണ് ഇറാനിൽ ഉണ്ടാവുക എന്നത് ചിന്തനീയമാണ്. സ്വാഭാവികമായി ഇറാൻ ഒരു വലിയ രാജ്യമാണ്. 10 കോടിയോളം ജനസംഖ്യയുള്ള വലിയൊരു രാജ്യമാണ്. വിശാലമായ ഭൂപ്രകൃതിയുള്ള രാജ്യമാണ്. മലനിരകളും താഴ്വരകളും സമുദ്രതീരങ്ങളും എല്ലാമുള്ള ഒരു വലിയ രാജ്യം. അവിടെ ഈ സിറ്റി കേന്ദ്രീകൃതമാണ് പലപ്പോഴും. അത് സ്കാറ്റേർഡാണ്. ഒരുപാട് സിറ്റികൾ സ്കാറ്റേർഡാണ്. ഈ സിറ്റികളിലെല്ലാം തന്നെ റെസിസ്റ്റൻസ് ഉണ്ടാകും. അത് മാത്രമല്ല ഉൾനാടൻ പ്രദേശങ്ങളിലുള്ള റെസിസ്റ്റൻസ് ഇതൊക്കെ തന്നെ ഇറാഖിലും സിറിയയിലും ഉണ്ടായ ലോലെസ്നെസ് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ മുൻകാലങ്ങളിൽ ഇറാഖിൻ്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ അദ്ദേഹം രാസായുധമുണ്ടായിരുന്നു, ജൈവായുധമുണ്ടായിരുന്നു, ഒരുപക്ഷെ അണുവായുധം തന്നെ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖിൽ ഒരു ഭരണമാറ്റമുണ്ടായി. സദ്ദാം ഹുസൈൻ വധിക്കപ്പെട്ടു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഭീകരരുടെ കയ്യിലേക്ക് പോയില്ലേ? ഇറാഖിൻ്റെ മിക്ക പ്രദേശങ്ങളും അങ്ങനെ പോയില്ലേ? അങ്ങനെ ഭീകരർക്ക് വിളയാടാനുള്ള, അതായത് ISISന് ആഴത്തിൽ വേര് പടർത്താനുള്ള ഒരു സംവിധാനമായി ഇറാഖ് മാറിയതുപോലെ അത് സുന്നി മിലീഷ്യകളാണ്. ഒരുപക്ഷെ ഷിയ മിലീഷ്യകൾ അവിടെ അരങ്ങുപാടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് വറചട്ടിയിൽ നിന്നും എരുതിയിലേക്കാണോ ഇറാൻ പതിക്കാൻ പോകുന്നത് എന്ന ഒരു ആശങ്ക പല കേന്ദ്രങ്ങളിലുമുണ്ട്. ഒരു മാറ്റമുണ്ടാക്കാം. ഒരു മാറ്റമുണ്ടായി പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാം. അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹത്തെ അവിടെ അവരോധിക്കാൻ ഒരു പക്ഷേ ബലപ്രയോഗത്തിലൂടെ കഴിഞ്ഞേക്കാം. പക്ഷേ സ്വാഭാവികമായി ജൈവികമായി പുതിയ നേതൃത്വം അംഗീകരിക്കപ്പെടണമെങ്കിൽ ജനമനസ്സുകളിൽ രൂപാന്തരം ഉണ്ടാകണം. അതിന് തക്ക എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഒരുപക്ഷെ മാറ്റം സ്വാഭാവികമായി ഉണ്ടാകും. കുറെ കാലമെടുത്തുകൊണ്ടുണ്ടാകും. ഇറാനെതിരെയുള്ള ഉപരോധം, ഒരു പുതിയ ഭരണകൂടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഉപരോധം പിൻവലിക്കപ്പെടും. ഇറാൻ വലിയ എണ്ണ സമ്പന്നമായ രാജ്യമാണ്. ലോകത്തെ എണ്ണ നിക്ഷേപത്തിൻ്റെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള വെനിസ്വേല കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. അവിടുത്തെ എണ്ണ ഖനനം ചെയ്തെടുക്കാൻ അമേരിക്കൻ കമ്പനികൾ ടെക്നോളജിയുമായി കടന്നു വരും. വൻതോതിലുള്ള ഡ്രില്ലിംഗ് ഉണ്ടാകും. ഹോർമുസ് കടലിടുക്ക് കടന്ന് ശാന്തമായി ലോക വിപണികളിലേക്ക് ഇറാനിയൻ എണ്ണ എത്തും. ഇറാന് കൈനിറയെ കീശ നിറയെ പണമാകും. അങ്ങനെ ജനങ്ങളുടെ പ്രതിഷേധം ഒട്ടൊന്ന് ശമിപ്പിക്കാൻ കഴിയും. അതിന് സമയമെടുക്കും. അതുവരെ താൽക്കാലിക ഇടക്കാല സമയത്തെ പിടിച്ചു നിൽക്കാൻ ഒരു പുതിയ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഇറാനിൽ ഏറെ എൻട്രഞ്ച്ഡായ റവല്യൂഷണറി ഗാർഡ് കോപ്സ് IRGC സംവിധാനം അത് തീർച്ചയായും ഒരു കീഴടങ്ങലിന് പൂർണ്ണമായി പുതിയ ഭരണകൂടത്തിന് വിധേയപ്പെട്ട് വഴിപ്പെട്ട് നിൽക്കാനാവില്ല. അല്ല എങ്കിൽ IRGC തന്നെ നിയന്ത്രിക്കുന്ന മറ്റൊരു ഭരണകൂടം, അയത്തുള്ള അലി ഖമേനിയെ മാറ്റി അതുപോലെയുള്ളൊരു മറ്റൊരാൾ, പക്ഷേ അമേരിക്കയ്ക്ക് നിയന്ത്രണമുള്ള മറ്റൊരു സംവിധാനം എന്ന രീതിയിലേക്കാകുമോ? കാരണം
അതീവ സങ്കീർണമാണ് സാഹചര്യം. ഏത് രീതിയിലും തിരിയാവുന്ന രീതിയിലുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് അയത്തുള്ള ഖൊമേനിക്ക് ശേഷം ആർ എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് എങ്കിൽ അതീവ സങ്കീർണമായ ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്കാണ്. ഒരു സൈനിക നടപടി ഒരു വശത്ത്, രാഷ്ട്രീയമായ മാറ്റം സംസാരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ആ അവസ്ഥയിലേക്കാണ് ഇറാൻ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യെസ്, താങ്കൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച, അല്ലെങ്കിൽ നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തിയതാണ് ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനെ കുറിച്ച്. ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇറാന്റെ ഒരു വജ്രായുധം തന്നെയാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. ഇപ്പോൾ ഈ ചരക്ക് ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യം പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ അത് ഭാരതമടക്കമുള്ള രാജ്യങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ? അത് എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഇറാന്റെ കൈവശമുള്ള ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടാണ് ഹോർമൂസ് കടലിടുക്ക്. കാരണം ലോകത്തെ എണ്ണ നീക്കത്തിൻ്റെ 20% കടന്നു പോകുന്നത് ടാങ്കറുകൾ, ഓയിൽ ടാങ്കേഴ്സ് കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെ. അതായത് പേർഷ്യൻ ഗൾഫ് കടലിൽ നിന്നും ഹോർമൂസ് കടലിടുക്ക് കടന്നാണ് ഒമാൻ ഉൾക്കടലിലേക്ക് എത്തുന്നത്. ഒമാൻ കടലിൽ നിന്നാണ് അറേബ്യൻ സീയിലേക്കും പിന്നീട് ഇന്ത്യൻ ഓഷ്യനിലേക്കും ഓപ്പൺ സീകളിലേക്കും എല്ലാം ചരക്കുകൾക്ക് പ്രവേശിക്കാനാകുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 6 രാജ്യങ്ങളുടെ ചരക്കുകൾ എത്തണമെങ്കിൽ ഹോർമൂസ് മാത്രമാണ് ആശ്രയം. കുവൈറ്റ് ഹോർമൂസ് കടലിടുക്കിലൂടെ മാത്രമേ പോകാനാകൂ. പേർഷ്യൻ ഗൾഫ് കടന്ന് കുവൈറ്റിൽ നിന്നുള്ള എണ്ണ, അല്ല എങ്കിൽ ഇറാഖിൽ നിന്നുള്ള എണ്ണയ്ക്ക് പോകാൻ അത് അല്ലാതെ വേറെ വഴിയില്ല. ഇറാന് മറ്റ് തുറമുഖങ്ങളുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് കടക്കാതെ തന്നെ ചബഹാർ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ അതിന് പുറത്താണ് എന്നോർക്കണം. അതേസമയം സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങൾ ആ മേഖലയിലാണ്, പേർഷ്യൻ ഗൾഫ് മേഖലയിലാണ്. അതേസമയം ചെങ്കടൽ മേഖലയിലും സൗദിക്ക് തുറമുഖങ്ങളുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല. UAE സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. UAE ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് UAEയുടെ ഒരു ഭാഗം കൂടി അങ്ങോട്ട് തള്ളി നിൽക്കുകയാണ്. ഒമാൻ്റെ ഒരു ഭാഗവും അങ്ങോട്ട് തള്ളി നിൽക്കുകയാണ്. UAE സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിൻ്റെ വാതകശേഖരം നാച്ചുറൽ ഗ്യാസിന് 25% കടന്നു പോകേണ്ടത് അതുവഴി. ലോകത്തെ ആകമാന വാതകശേഖരത്തിൻ്റെ 20%. അപ്പോൾ അതൊരു വലിയ നിർണായകമായ ഒരു കുപ്പിക്കഴുത്താണ്. അത് കേവലം 33, 34, 35 കിലോമീറ്റർ മാത്രം ശരാശരി വീതിയുള്ള ഒരു സ്ഥലം. നമുക്കറിയാമല്ലോ, ഇൻ്റർനാഷണൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത് 20 കിലോമീറ്റേഴ്സാണ്. കരയിൽ നിന്നും 20 കിലോമീറ്റർ തള്ളി നിൽക്കുന്ന ഭാഗമാണ് ഡൊമസ്റ്റിക് വാട്ടേഴ്സ്. ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, ഇൻ്റർനാഷണൽ വാട്ടേഴ്സ് അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇറാൻ്റെ കരയിൽ നിന്നും 22 കിലോമീറ്റർ ദൂരം ഇറാൻ്റെ സ്വാധീന വലയമാണ്. ഇറാൻ അവകാശപ്പെട്ട കടൽ തന്നെയാണത്. അവിടെ കൂടെ വേണം കപ്പലുകൾ പോകാൻ. അപ്പം കപ്പൽച്ചാലിന്, അന്താരാഷ്ട്ര കപ്പൽച്ചാലിന് ആ ഭാഗത്തെ കേവലം 1.5 കിലോമീറ്റർ വീതി മാത്രമേ ഉള്ളൂ എന്നോർക്കണം. അത് ശക്തമായ മൈനുകൾ വാരി വിതറിക്കഴിഞ്ഞാൽ, ഇറാൻ്റെ ഗൺബോട്ടുകളും ഒക്കെ ചേർന്ന് മൈനുകൾ വാരി വിതറിയാൽ അവിടെയുള്ള കപ്പൽ ഗതാഗതം ദുർഘടമാകും. മൈനിൽ തട്ടി തെറിച്ച ചരക്ക് കപ്പലുകൾ മുങ്ങിപ്പോകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അതുമാത്രമല്ല, ഇറാൻ്റെ നാവികാസേന തീരെ ദുർബലമല്ല എന്നോർക്കണം. ഇറാൻ അന്തർവാഹിനികളുണ്ട്, 10-15 അന്തർവാഹിനികളുണ്ട്. ഇറാന് ഗൺബോട്ടുകളേറെയുണ്ട്, കപ്പലുകളുണ്ട്. അങ്ങനെ വിമാനവാഹിനി കപ്പൽ ഇസ്രായേലും ഇറാനും ഒന്നുമില്ല. അമേരിക്കയ്ക്കുണ്ട്. അമേരിക്ക 11 വിമാനവാഹിനി കപ്പലുകളുണ്ട്. അതിൽ 2 എണ്ണം ആ ഭാഗത്തുണ്ട്. ഒന്ന് മെഡിറ്ററേനിയൻ കടലിലാണ്, അത് USS ജെറാൾഡ് ഫോർഡ്. മറ്റൊന്ന് ഒമാൻ ഉൾക്കടലിന് സമീപം ഇറാനെ അഭിമുഖമായി നിൽക്കുകയാണ്, ഒമാൻ്റെ തീരത്തിനോട് ചേർന്നാണ്, അത് USS എബ്രഹാം ലിങ്കൻ. പക്ഷേ അങ്ങനെ ഒരു സൈനിക സന്നാഹം മാത്രം കൊണ്ട്, ഹോർമൂസ് കടലിടുക്കിൻ്റെ നാവിക സാന്നിധ്യം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഹോർമൂസിലൂടെ സുഗമമായ ഒരു ചരക്ക് ഗതാഗതം, എണ്ണ നീക്കം നടക്കില്ല എന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് ഇറാൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയും. അതുവഴിയുള്ള കപ്പൽ ഗതാഗതം തൽക്കാലത്തേക്കെങ്കിലും ഇറാൻ കീഴടങ്ങുന്നത് വരെയെങ്കിലും, പൂർണ്ണമായി കീഴടങ്ങുന്നത് വരെയെങ്കിലും ആ കപ്പൽ ഗതാഗതം അനിശ്ചിതത്വത്തിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ലോക വിപണികളിൽ എണ്ണയ്ക്ക് തീപിടിക്കും. ഈ മറ്റൊരു അവസ്ഥ കൂടെ ആലോചിച്ച് നോക്കൂ. ഇറാൻ കൺട്രോൾ ചെയ്യുന്ന വിഭാഗമാണല്ലോ ഹൂതികൾ, യമനിലെ ഹൂതികൾ. ആ ഹൂതികൾ നിയന്ത്രിക്കുന്ന ഒരു പ്രദേശമാണ് ബാബ് എൽ മന്ദേബ്. അതായത് ചെങ്കടലിലേക്ക്, സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് കൂടി തെക്ക് പടിഞ്ഞാറ് കൂടി ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന, അറബിക്കടലിൽ നിന്നും ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു കുപ്പിക്കഴുത്താണ് ബാബ് എൽ മന്ദേബ്. ആ ഭാഗത്തിൻ്റെ നിയന്ത്രണം, അല്ലെങ്കിൽ കരയുടെയും കടലിൻ്റെയും ഒക്കെ ഭാഗികമായ നിയന്ത്രണമെങ്കിലും ഹൂതികൾക്കുണ്ട്. അത് അമേരിക്കൻ കപ്പലുകൾക്ക്, പടക്കപ്പലുകൾക്കും ചരക്ക് കപ്പലുകൾക്കും ഉണ്ടാക്കുന്ന വെല്ലുവിളി ചില്ലറയല്ല. അവിടെ ആണ് ലോക വ്യാപാരത്തിന് തന്നെ, എണ്ണ മാത്രമല്ല എൻറ്റയർ വേൾഡ് ട്രേഡിൻ്റെ 20% കടന്നു പോകുന്നത് അതുവഴി. ആ 20% ചരക്കുകൾ അവിടെ എത്തി, മിയോസ് ഹോർമൂസൊക്കെ ഭാഗത്തേക്ക് എത്തി. അവിടെ നിന്നും പിന്നെ ഈ സൂയസ് കനാൽ വഴി
മെഡിറ്ററേനിയൻ കടലിലേക്ക് കടക്കുകയും യൂറോപ്യൻ വിപണികളിലേക്ക് എത്തുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. എന്തായാലും തന്നെയാണ് പ്രേക്ഷകരും മോഹൻ ചോദിക്കുന്നു. വർഗീസ് താങ്കൾ നമ്മൾ ഈ- തുടരണം. നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വശങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ടല്ലേ?